നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. മൂവാറ്റുപുഴയിൽ ഫ്ലെക്സ് പോര്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സിന് മറുപടിയായി മാത്യു കുഴൽനാടൻ MLAയുടെ ഫ്ലെക്സ് ബോർഡ്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചുകയറി അപകടം. വെള്ളൂർക്കുന്നം സിഗ്നലിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടിന്റെ വിജയത്തിനായി മാറാടി മണ്ഡലം UDF കൺവെൻഷൻ നടത്തി. KPCC അംഗം A. മുഹമ്മദ് ബഷീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു. അതൃപ്തി പരസ്യമാക്കി മുൻ മൂവാറ്റുപുഴ MLA. അവസാന നിമിഷം തന്നെ വെട്ടിമാറ്റിയത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയെന്ന് ജോസഫ് വാഴയ്ക്കൻ. കദളിക്കാട് പള്ളിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മയിൽക്കുറ്റിയിൽ ഇടിച്ച് അപകടം. പെരിന്തൽമണ്ണ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മൂവാറ്റുപുഴയിൽ ഫ്ലെക്സ് പോര്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സിന് മറുപടിയായി മാത്യു കുഴൽനാടൻ MLAയുടെ ഫ്ലെക്സ് ബോർഡ്. ഉന്നക്കുപ്പ വളവിൽ മുഖാമുഖം കണ്ട മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടനും. നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും തമ്മിലുള്ള വാക്പോരുകൾ കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇപ്പോൾ ആ പോര് മൂവാറ്റുപുഴയിലെ വഴിയോരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഫ്ലെക്സ് ബോർഡുകളിലെ വാചക കസർത്തിലേക്കും മാറിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിലെ ഉന്നക്കുപ്പ വളവിലാണ് ചോദ്യത്തിന് മറുപടിയുമായി ബോർഡ് യുദ്ധം നടക്കുന്നത്. എല്ലാ റോഡുകളും പാലങ്ങളും ഏറ്റവും മികച്ചതാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യവുമായി മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ഇടതുമുന്നണിയുടെ ബോർഡ് ഉയർന്നപ്പോൾ മറുപടിയുമായി അഴിമതിക്കെതിരെയും വികസനത്തിനായും മാത്യു ഉണ്ട് മൂവാറ്റുപുഴയിൽ എന്ന മറുപടിയുമായി UDF ബോർഡ് ഉയരുകയായിരുന്നു. രണ്ട് നേതാക്കളും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയായിരിക്കെ ഈ ഫ്ലെക്സുകൾ പരസ്പരം മറുപടി നൽകുന്ന രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണവും പോസ്റ്ററുകളും ചർച്ചയാകുമ്പോൾ മൂവാറ്റുപുഴയിൽ കൗതുകമാകുകയാണ് ഫ്ലെക്സ് യുദ്ധം. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചുകയറി അപകടം. വെള്ളൂർക്കുന്നം സിഗ്നലിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വെള്ളൂർക്കുന്നം സിഗ്നലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചുകയറി അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 എയർപോർട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന 3 അംഗം സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയനിൽ ഇടിച്ചുകയറി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വാഹനത്തിൽ കുടുങ്ങിയ യാത്രക്കാരെ നാട്ടുകാർ പുറത്തെത്തിച്ചു. നിസ്സാരമായി പരിക്കേറ്റ യാത്രക്കാരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി വാഹനം റോഡിൽ നിന്ന് മാറ്റി റോഡ് കഴുകി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടിന്റെ വിജയത്തിനായി മാറാടി മണ്ഡലം UDF കൺവെൻഷൻ നടത്തി. KPCC അംഗം A. മുഹമ്മദ് ബഷീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മാറാടി മണ്ഡലം UDF കൺവെൻഷൻ നടത്തി. മാറാടി വജ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC അംഗം A. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഒരു 500-600 മുകളിലേക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷം മേടിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ശരിക്കും പണിയെടുക്കുക, നല്ലപോലെ പണിയെടുത്താൽ 1000 വരെ എത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്ക് ഇന്ന് ഈ മണ്ഡലത്തിലുണ്ട്. ആ ഒരു പ്രവർത്തന ശൈലി നമ്മൾ രൂപീകരിച്ച് പരസ്പരം ബന്ധങ്ങളുണ്ടാക്കി ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് മെമ്പർമാരുടെയും വനിതാ കോൺഗ്രസിൻ്റെയും ഒക്കെ നല്ല സജീവമായ പങ്കാളിത്തങ്ങൾ നമ്മുടെ ഭവന സന്ദർശന പരിപാടികളിൽ നടത്തി നിങ്ങളാ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുവാനും ബന്ധങ്ങൾ വളർത്താനും കഴിയുള്ളൂ. ആ ഒരു രീതിയിലേക്കുള്ള പ്രവർത്തന ശൈലി ഈ അടുത്ത ദിവസങ്ങൾ മുതൽ നാളെ മുതൽ നമ്മൾ ആരംഭിച്ച് ഇന്നുണ്ടാക്കുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് ആരംഭിച്ച് അത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. മണ്ഡലം ചെയർമാൻ PP ജോളി അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ, UDF ചെയർമാൻ KM സലീം, ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, DCC ജനറൽ സെക്രട്ടറി PP എൽദോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി അബ്രഹാം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മൻസൂർ, മുസ്ലിം ലീഗ് നേതാവ് MA ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 203 ബൂത്തുകളിലും
നമുക്ക് നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് നമുക്കറിയാം, ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നത് ജനപ്രതിനിധികൾ. ആ ജനപ്രതിനിധികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, ബൂത്ത് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ, അങ്ങനെ നിരവധിയായ ആളുകൾ. ആ ആളുകൾ എല്ലാവരും ചേർന്ന് നമ്മുടെ അംഗബലം വെച്ച്, നമ്മുടെ നമ്മുടെ സംഘടനാ ശക്തി ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയല്ല, ഇനി BJP കൂടി ചേർന്നാൽ പോലും നമ്മുടെ മാത്യു കുഴൽനാടന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കുകയില്ല എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ഏറ്റുമാനൂർ നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി മുൻ മൂവാറ്റുപുഴ MLA. അവസാന നിമിഷം തന്നെ വെട്ടിമാറ്റിയത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയെന്നും ജോസഫ് വാഴക്കൻ. ഏറ്റുമാനൂർ നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിൽ കടുത്ത അതൃപ്തിയും വിഷമവും പരസ്യമാക്കി മുതിർന്ന നേതാവും മുൻ മൂവാറ്റുപുഴ MLAയുമായ ജോസഫ് വാഴക്കൻ. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ അവസാന നിമിഷം തന്നെ വെട്ടിമാറ്റിയത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. അപ്പം അവിടെ PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു, എൻ്റെ മൂവാറ്റുപുഴ, ഇടുക്കി മേഖലയിലൊക്കെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനത് ഏറ്റു. അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ വരുന്നത്. അപ്പം പിന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് കിട്ടിയിട്ടില്ലാതെങ്കിൽ പോലും ചർച്ച നടക്കുമ്പോൾ എൻ്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ സീറ്റ് കിട്ടുന്ന അവസാന നിമിഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പേര് പോയി, ഒറ്റ പേരാണ് പോയത്, എൻ്റെ പേരാണ് പോയത്. ഏറ്റുമാനൂർ എൻ്റെ പേര് സുരേഷിൻ്റെ, നാട്ടം സുരേഷ് DC പ്രസിഡന്റ് പേര്, അതുപോലെ തന്നെ അലോഷിയുടെ പേര്, ഇങ്ങനെ 3 പേരാ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പേരായിരുന്നതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷ കൂടുതൽ വെച്ച് പോയെന്നുണ്ട്. അപ്പം നമ്മൾ പോസ്റ്റർ അടിക്കുകയും ബോർഡ് അടിക്കുകയും ഒക്കെ ചെയ്യും. കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ആകെ 10-15 ദിവസമേ ഉള്ളൂ. ഒരിക്കലും ഇത്രയും നേരത്തെ പെട്ടെന്ന് ഇലക്ഷൻ നടന്നിട്ടില്ല. ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ ആവശ്യമായ എല്ലാ പ്രചരണ ഒരുക്കങ്ങളും താൻ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതായി വാഴക്കൻ വെളിപ്പെടുത്തി. തന്നെ മാറ്റുന്ന കാര്യം നേതൃത്വത്തിന് നേരത്തെ അറിയിക്കാമായിരുന്നുവെന്നും അവസാന നിമിഷത്തെ ഈ മാറ്റം പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെക്കാൾ മികച്ചതാണോ എന്ന് വിലയിരുത്തേണ്ടത് പാർട്ടിയാണെന്നും അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ വലിയ വേദനയുണ്ടെന്നും കൂട്ടിച്ചേർത്തു. പ്രചരണം ആരംഭിച്ചതായും ബോർഡുകളും ഫ്ലെക്സുകളും തയ്യാറാക്കിയിരുന്നെന്നും മുൻ MLA പറഞ്ഞു. അവസാനം KICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഒറ്റ പേരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രിന്റ് ചെയ്തോളാൻ പറഞ്ഞത്. അതിന് മുമ്പ് നമ്മള് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പ്രിന്റ് ചെയ്യാനെന്നും പറഞ്ഞു. അല്ല, അത് പിന്നെ പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, CEC. അപ്പോൾ അത് കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് മാറ്റം വന്നത്. അവിടെ എന്നാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഏതായാലും മാറ്റം വന്നു. എനിക്കിതിനകത്ത് പൊതുവായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഏത് നേതാക്കന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ ഇത്ര കൂടുതൽ 19 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീര് ഒഴുക്കിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് കോൺഗ്രസ് എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. അല്ല, എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയില്ല. കാരണം അത് CEC നടക്കുന്നത് വളരെ കേരളത്തിൽ നിന്ന് PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പിന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളും ഉള്ളു. താൻ വിശ്വസ്തനായ പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരക്ഷരം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. പാർട്ടി എനിക്ക് അമ്മയെ പോലെയാണെന്നും മുൻ MLA പറഞ്ഞു. MCS ഹോസ്പിറ്റൽ, we take care of your health. കദളിക്കാട് പള്ളിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മയിൽക്കുറ്റിയിൽ ഇടിച്ച് അപകടം. പെരിന്തൽമണ്ണയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോവുകയായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പെരിന്തൽമണ്ണ കൊച്ചേപ്പറമ്പിൽ ബഷീർ 45, ഭാര്യ ഖസീന, മക്കളായ ആയിഷ ബഷീർ, ആൽഫിയ ബഷീർ, അംന ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. നിരവധി മാലമോഷണ കേസിലെ പ്രതിയായ മാല രജീഷ് പോലീസ് പിടിയിൽ. ആരക്കുഴ സ്വദേശിനി ജിഷയുടെ 1.25 പവന്റെ മാല മോഷ്ടിച്ച കേസിലാണ് പ്രതി കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത്. നിരവധി മാലമോഷണ കേസിലെ പ്രതി കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ. പിടവം മണിയുടെ ഏഴക്കരനാട് ശാസ്താമോളിൽ മാല രജീഷ് എന്ന് വിളിപ്പേരുള്ള രജീഷാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത്. പാലക്കുടിയിൽ ലാബ് നടത്തുന്ന ആരക്കുഴ സ്വദേശിനി ജിഷയുടെ 1.25 പവൻ തൂക്കം വരുന്ന മാല കഴിഞ്ഞ ജനുവരി 8-ന് ലാബിലേക്ക് വരുന്ന വഴി പ്രതിയായ രജീഷ് ബൈക്കിൽ വന്ന് പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു.
നിരവധി മാലമോഷണ കേസുകളിൽ പ്രതിയാണ് രജീഷ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രജീഷിനെ രാമമംഗലത്ത് നിന്നാണ് പിടികൂടിയത്. കൊത്താട്ടുകുളം പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫിന്റെ നേതൃത്വത്തിൽ SI-മാരായ രഞ്ജുമോൾ CR, ജയമോൻ AS, ഐജോ M ജോയി, സീനിയർ CPO മനോജ് PK എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വാഴക്കുളം ഡോൺ ബോസ്കോ സഭാംഗമായ ബ്രദർ റോയി ജോൺ തിരുമലശാലിൽ SDB 51 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2-ന് തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ ഭവനിൽ. പരേതൻ ആവോലി തിരുമലശാലിൽ പരേതരായ TB ജോൺ റോസി ദമ്പതികളുടെ മകനാണ്. സഹോദരങ്ങൾ TJ ജോഡി, സോഫി ബേബി കളത്തിക്കുന്നേൽ, ഞായപ്പള്ളി, ജോസ്റ്റി ജോൺ, സിസ്റ്റർ റൂബി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.